പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. CJP മാർച്ചിന് നേരായ പോലീസ് അതിക്രമം, അയോധ്യ സംഭാവന കൊള്ള എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ജന്തർ മന്ദിറിൽ നടന്ന CJP മാർച്ചിന് നേരായ പോലീസ് അതിക്രമം, അയോധ്യ സംഭാവന കൊള്ള എന്നീ ആവശ്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തിയാണ് പാർലമെന്റ് വളപ്പിൽ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ഈ വർഷകാല സമ്മേളനം തുടങ്ങിയത് മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വളരെ ശക്തമാണ്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, ഈ ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ബാനറിൽ തന്നെ ആ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. ആ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതുപോലെ തന്നെ അയോധ്യ സംഭാവന കൊള്ളയിലും നേരത്തെ ഈ പ്രതീകാത്മകമായ പ്രതിഷേധങ്ങളൊക്കെ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. എല്ലാ ദിവസവും അത്തരത്തിലുള്ള പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം നടത്തുന്നുണ്ട്, അകത്തെ പ്രതിഷേധത്തിന് പുറമെ. ഏതായാലും ഇന്നിപ്പോൾ അത് നേരത്തെ ഈ മഗദ്വാറിന് മുന്നിലാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലാണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതൊരു പ്രകടനമായി പ്രതിപക്ഷം നടത്തുകയാണ് ചെയ്തത്. ആദ്യം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് മഗദ്വാറിലേക്ക് പ്രകടനമായി എംപിമാർ എത്തുകയായിരുന്നു. അതിൽ രാഹുൽ ഗാന്ധി, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം എല്ലാ പ്രതിപക്ഷ എംപിമാരും പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMKയുടെ എംപിമാരടക്കമുള്ളവരും ഈ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. 3 ആവശ്യങ്ങളാണ് എംപിമാർ പ്രധാനമായും ഈ മാർച്ചിലും ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഒന്ന്, വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം, അക്കാര്യത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നുള്ളതാണ്. ഇതുവരെ അമിത്ഷാ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ എത്താൻ തയ്യാറായിട്ടില്ല. സഭയിലെത്തി അമിത്ഷാ ഇക്കാര്യത്തിന് മറുപടി പറയണം എന്നുള്ള ആവശ്യമാണ് ഒന്ന്. 2, ഈ അയോധ്യ സംഭാവന കൊള്ള, അതിൽ ചർച്ച വേണം, അതിൽ പ്രധാനമന്ത്രി മറുപടി പറയണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം, ഇന്നിപ്പോൾ ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൻ്റെ വാർഷികമാണ്. അതിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത്. അങ്ങനെ 3 ആവശ്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷം പാർലമെന്റിന് പുറത്ത് നടത്തിയത്. ഏതായാലും പ്രതിഷേധം അവസാനിപ്പിച്ച പ്രതിപക്ഷ എംപിമാർ ഇപ്പോൾ പാർലമെന്റിനകത്തേക്ക് പോയിട്ടുണ്ട്. പാർലമെന്റിൽ ഈ അയോധ്യ സംഭാവന കൊള്ളയിലും അമിത്ഷായുടെ മറുപടിയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം 2 സഭകളിലും ചർച്ച നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏതായാലും സഭാ നടപടികൾ 11 മണിക്ക് ആരംഭിക്കുമ്പോഴും ഇരു സഭകളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഈ വിഷയങ്ങളിൽ ശക്തമായി തന്നെ പ്രതിപക്ഷം ഉറച്ചു നിൽക്കും. സ്വാഭാവികമായും ഇന്നും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകും. ശരി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ അമിത്ഷാ മറുപടി പറയണമെന്നും തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം സഭാ വളപ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർ ആണ്.